പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ, ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ മേൽ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും, കൂലിവേലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവനെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും. അങ്ങനെ കടമ്പകൾ കടന്നു പോകാൻ അശക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, വഴികൾ, സംരംഭങ്ങൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ,
മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങളെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യും? മാതാവിൻ്റെ പുറകെ നടക്കണമെന്നറിയാമോ? ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ഒരു മനുഷ്യനില്ല. മാതാവിനെ തൊടണ സൂക്ഷിച്ച് തൊട്ടില്ലെങ്കിലല്ല. ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ നിങ്ങൾ ആവശ്യമില്ലാതെ മാതാവിനെ ഡിസ്കസ് ചെയ്ത് കേട്ടോ. എന്താ കാര്യം? എനിക്കത് വളരെ കൃത്യമായിട്ട് പറയാനുള്ളതാണ്. കാര്യം ലോകത്ത് ഇവരെ പോലെ ക്രിസ്തുവിനെ ജീവിക്കാൻ വേറെ ആരുമില്ല. ക്രിസ്തുവാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതിനേക്കാൾ സൊഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർ കിട്ടാനില്ല. സിമ്പിളാണ്, അതേസമയം തന്നെ മീനിങ് ആണ്, അതിനെ പ്രാക്ടിക്കലാണ്. പുരുഷൻ്റെ ചുവട് വരെ ഈ സഭ പോകും, തലകറങ്ങി വീഴാതെ പോകും. അറ്റ കൈക്ക് ഇതാ കർത്താവിൻ്റെ ദാസി, നീ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകുന്നുള്ളൂ. ഇതൊരു വല്ലാത്ത സംഭവമാണ്. വിശ്വാസത്തെ അവയെ തളർത്താൻ ആദ്യം ചെയ്യണം മാതാവിനെ തുടിയുള്ളൂ. എന്താ കാര്യം? ആദ്യത്തെ ക്രിസ്ത്യാനിയാണ് അവരാദ്യത്തെ ഡിസൈപ്പിളാണ്. അവരാണ് ലോകത്തിന് ക്രിസ്ത്യ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുത്തത്. പൗലോസിനൊക്കെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, എന്തെങ്കിലും അബദ്ധം പറയുന്നത് മാതാവിനെ കണ്ടുമുട്ടാൻ കഴിയാതിരുന്നത് തന്നെയാണ്. അതിൻ്റെ പേരിലേക്ക് അങ്ങേരുണ്ടാക്കിയ ഒരു ജീവിത രീതിയുണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മരിയൻ ലൈഫ് മിസ്സായിട്ടുണ്ട്. മരിയൻ എന്ന് പറയുന്നത് ഈ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ്. ലോകത്തിന് ക്രിസ്തുവിനെ കൊടുത്ത ആളാണ്. ക്രിസ്തുവിനെ കൊടുക്കുക മാത്രമല്ല, രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ്. രക്ഷയുടെ വഴികളിൽ കൂടെ നടന്ന ആളാണ്. നമ്മൾ സകരക്ഷകെന്നും പറയണതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യത്തിൽ അതല്ലല്ലോ. അത് ആദിമസഭ എന്താ അനുഭവിച്ചത് പത്രോസ് പറയും, മറ്റൊരുവൻ്റെ രക്ഷയില്ല. കാര്യം രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കർത്താവ് മാത്രമാണ്. ദൈവം അവൻ്റെ പേരിലാണ് പ്രസാദിച്ചത്, അവൻ്റെ നാമത്തിലാണ് കൃപ. അപ്പോൾ സർവകൃപാവരങ്ങളും രക്ഷകൻ മധ്യസ്ഥ ഈശോ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ മാതാവിനെ തൊഴാന, മാതാവിനെ നിഴൽ നിർത്താൻ ആരും നോക്കരുത്. നോക്കിയാൽ യു വിൽ മിസ് ജീസസ്. നമുക്ക് ജീസസിനെ മിസ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ ശക്തി എന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കണം നിങ്ങൾ. ലോകത്തിൻ്റെ ക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ മറ്റു 4 പെണ്ണുങ്ങളെ കുരിശിൻ്റെ ചുവട്ട് നിൽക്കണം എന്ന് പറഞ്ഞത് ആര്? അമ്മ നിന്നുകൊണ്ട് നിന്നതല്ലേ. അമ്മ എന്നൊരാൾ ഈ വഴികളിലെല്ലാം നടന്ന് ദൈവഹിതം നിറവേറ്റി, ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്ന് അവസാനം യേശുവിൻ്റെ തണുത്ത ശരീരം സ്വന്തം മടിയിൽ ഏറ്റുവാങ്ങിക്കുന്ന വരെ അമ്മ അപ്പാടെ വചനം ഒരു സെർവൻറ്റിനെ പോലെ സമർപ്പിച്ച ആളാണ്. അവരാണ് സ്വർഗാരൂപിതരായി. ക്രിസ്തുവിൻ്റെ ആദ്യ മധ്യസ്ഥം. അമ്മ ഒരു സ്ഥലത്ത് കൊണ്ട് ഒപ്പിട്ടാൽ പിന്നെ ക്രിസ്തു ഈശോ ആ ഒപ്പിൻ്റെ പുറത്ത് ഓവർ റൈറ്റ് ചെയ്യത്തില്ല. അതാണ് കാനാ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതാണ് കൃപാസനത്തിൻ്റെ ലക്ഷോപലക്ഷം അനുദിന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ വിശ്വാസം ഒരിക്കലും തോന്നാത്തവൻ കിട്ടാത്തവനൊക്കെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ തേടി ഇന്ന് കൃപാസനത്തിൽ വരണത്? അമ്മ എന്ന 2 അക്ഷരങ്ങളാണ്. ആയിരിക്കട്ടെ. എൻ്റെ പേര് സിബി, സ്വദേശം തിരുവനന്തപുരം, ജോലി ചെയ്യുന്ന ഏരിയ അബുദാബി UAE ആണ്. ഞാൻ ഉടമ്പടി എടുത്ത സമയം എന്ന് പറയുന്നത് തീർത്ഥാടന ഉടമ്പടിയാണ്. 2019 മുതൽ ഞാൻ തീർത്ഥാടന ഉടമ്പടിയിലാണ്. മാതാവിൻ്റെ അനുഗ്രഹം വളരെയേറെ ഉണ്ടായിട്ടുണ്ട്. കോവിഡിൻ്റെ ടൈമായപ്പോൾ എനിക്ക് ജോലി 3 വർഷക്കാലമായിട്ട് പോയി നാട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നു. അതിനുശേഷം ഞാൻ 2024 തിരിച്ചു പോയിട്ട് 2 മാസക്കാലം ജോലി അന്വേഷിച്ചു. മാതാവ് നല്ലൊരു ജോലി ഒന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഒരു 8 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ഒരു എമർജൻസി ഉണ്ടായിട്ട് ഞാൻ തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ തിരിച്ചു വരേണ്ടി വന്ന സമയത്ത് എൻ്റെ ജോലി പോയി. കമ്പനി എനിക്കെതിരെ അബ്സ്കോണ്ടിങ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ എനിക്കത് തിരിച്ചു പോയി അന്ന് തന്നെ മനസ്സിലായി. പക്ഷേ ഈശോ അന്ന് രാത്രി തന്നെ എനിക്ക് മറ്റൊരു ജോലിയായി ഓഫർ ലെറ്ററും തന്ന് അനുഗ്രഹിച്ചു. ഒരു മാസക്കാലം വരെ ഞാൻ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്
ഈ കേസ് കമ്പനി എനിക്കെതിരെ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് വേറൊരു വിസ അടിക്കാൻ പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പനി പറഞ്ഞു, നീ കോടതിയിൽ പോയി സംസാരിച്ച് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കോടതി പോയപ്പോൾ മാതാവ് എനിക്ക് വേണ്ടിയിട്ട് അന്ന് ആ സമയത്ത് UA അനുവദിച്ചിട്ടുള്ള ഔട്ട് പാസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുഖാന്തരം മാതാവ് എന്നെ പുതിയൊരു ജോലിയിൽ പ്രവേശിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിത്യം ദീപബലിയോട് ചേർന്ന് നിൽക്കാനും ദീപകാരുണ്യത്തോട് ചേർന്ന് നിൽക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ജോലി ഓഫീസും എല്ലാം ഈശോ ക്രമീകരിച്ചു വന്നത് ദേവാലയത്തിന് അടുത്തായിട്ട് തന്നെയാണ്. ഏകദേശം 1 കിലോമീറ്ററിനുള്ളിൽ പ്രഭാത ബലി അർപ്പിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് ഇറങ്ങുന്നതും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നതും. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ വീടിരുന്ന പ്രദേശം മഴ വരുന്ന സമയത്ത് വെള്ളം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം തീരെ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാനും നിത്യം കുടുംബം മുഴുവനും ബലിയർപ്പണത്തിന് വേണ്ടി വരാനുള്ള സൗകര്യത്തിനായിട്ട് ഒരു റെൻറ്റഡ് ഹൗസിലായിട്ട് മാറാനായിട്ട് സൗകര്യം ചെയ്തു തരണമെന്ന്. മാതാവ് ഞങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ മറ്റൊരു വീട് തന്ന് അനുഗ്രഹിക്കുകയും കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഈശോ നല്ല രീതിക്ക് അനുഭവിക്കാനും പ്രാർത്ഥനാ ജീവിതം നയിക്കാനും ഒക്കെ കഴിയുന്നുണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പരിശുദ്ധ അമ്മ ഞങ്ങളെ തൊട്ട് നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഉടമ്പടി ജീവിതത്തിനകത്ത് നമുക്ക് ചെയ്യാവുന്ന പുണ്യപ്രവൃത്തികളെല്ലാം ഈശോ അനുഭവിച്ചിട്ട് അബുദാബിയിലും നാട്ടിലും കുടുംബം മുഴുവനായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കോടതിയിൽ കയറി ഇറങ്ങുന്ന സമയം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശുരൂപമാണ്. ഈശോ എന്നെ ആ ഒരൊറ്റ മണിക്കൂർ മാത്രമേ ഞാൻ അതിനുവേണ്ടി സഞ്ചരിച്ചുള്ളൂ. എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ഈശോയുടെ വലിയൊരു സംരക്ഷണം ജീവിതം മുഴുവനും ഇപ്പോഴും ഞാൻ ഈശോയെക്കുറിച്ച് പറയുന്ന ഓരോ വ്യക്തികളിലും പൂർണ്ണമായിട്ട് കഴിയുന്നുണ്ട്. അതിന് അനുഭവിച്ച മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞങ്ങൾ പത്രം കൊണ്ട് കൊടുക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ എല്ലാവരിലും കൊണ്ടെത്തിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിരുന്നു. ഞാൻ വ്യക്തിപരമായിട്ട് കൊണ്ട് കൊടുത്തിരുന്നത് ഓട്ടോകളിലും പിന്നെ സെക്യൂരിറ്റി ഗേറ്റുകളിലാണ് ഞാൻ കൊണ്ട് കൊടുത്തിരുന്നത്. അപ്പം ആ വ്യക്തികൾ സന്തോഷത്തോടെ കാത്തിരുന്നാണ് നമ്മളെ മേടിക്കുന്ന പോലെ മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അബുദാബിയിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇതിനു വേണ്ടി വെളിയിൽ നിൽക്കുന്ന മക്കളോട് നമ്മൾ പള്ളിയിൽ ദേവാലയത്തിന് വെളിയിലൊക്കെ ഇറങ്ങി കൊടുക്കുമ്പോഴും അവരും സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയിരുന്നു. പിന്നെ എല്ലാ ക്യാമ്പുകളിലും ചെന്ന് വേറെ വ്യക്തികളെ കണ്ട് സംസാരിക്കാനും ഈശോയെ കൊടുക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലെല്ലാം ഈശോയ്ക്ക് നന്ദി. സുഭാഷിതങ്ങൾ 3:6 നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഷിബി തോമസ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഒരു ക്രൈസിസ് നേരിട്ടപ്പോൾ അമ്മ മാതാവ് എങ്ങനെ കാത്തുകൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതൊരു എമർജൻസി വിസയിൽ നാട്ടിലേക്ക് പോരേണ്ടി വന്നപ്പോൾ വിദേശത്തുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുകയും കേസാവുകയും അബ്സ്കൗണ്ടിങ് എന്ന രീതിയിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. അത് ശരിക്കും പിന്നെ വിദേശത്ത് ജോലി ചെയ്യുവാനാവാത്ത വിധം ആകെ ജീവിതം മാറിമറിയുകയും കമ്പനിക്ക് വലിയ തുകകൾ നഷ്ടപരിഹാരം കൊടുക്കുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലേക്കാണ് വിഷയങ്ങൾ മാറുന്നത്. മകൻ ഈ എൽത്താരയിൽ പറയുന്നത്, മകൻ ഇവിടെ തിരികെ വന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ടുവെന്നറിഞ്ഞുവെങ്കിലും മറ്റൊരിടത്ത് അല്പം കൂടി മെച്ചപ്പെട്ട ജോലി അമ്മ മാതാവ് ഒരുക്കിക്കൊടുത്തു. കേസിൻ്റെ യാതൊരു തരത്തിലും മകന് നഷ്ടങ്ങളോ ദിവസനഷ്ടങ്ങളോ വരുമാന നഷ്ടമോ ഒന്നുമില്ലാതെ ആ വിഷയങ്ങൾ പരിഹരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് വഴി തുറന്നു കൊടുത്തു. അമ്മയുടെ കാശുരൂപവുമായി കോടതിയിലേക്ക് പോയപ്പോൾ അത് വലിയ സംരക്ഷണമാവുകയും ഒത്തിരി തവണ കോടതി കയറിയിറങ്ങാതെ ആ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നേടുവാൻ അമ്മ സഹായിക്കുകയും ചെയ്തുവെന്ന് മകൻ്റെ വാക്കുകളിൽ മകൻ വ്യക്തമാക്കുന്നുണ്ട്. അനുദിനമുള്ള വിശുദ്ധ ബലിയിലുള്ള പങ്കാളിത്തം, പ്രേക്ഷിത പ്രവർത്തനം സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി മറ്റുള്ളവർക്ക് കൃപാസനം പത്രം കൊടുത്തും ഈശോയെക്കുറിച്ച് പറഞ്ഞു നടത്തുന്ന ജീവിത രീതികൾ, അത് ഈശോയെ നമ്മൾ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ഉടമപ്പെടുത്തുമ്പോൾ ഈശോ നമ്മളെയും ദൈവപിതാവിൻ്റെ അരികിൽ കൊടുത്തുകൊണ്ട് ആപത്തിൽ നിന്ന് കരകയറ്റുകയും കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കരകയറ്റുകയും ജീവിതം എപ്പോഴും സുരക്ഷിതമായി മുന്നേറുവാനുള്ള പുതിയ വഴികൾ നമുക്ക് തുറന്നു തരികയും ചെയ്യും. നമ്മൾ ദൈവത്തോട് പുലർത്തുന്ന വിശ്വസ്തത ദൈവം നമ്മുടെ മേൽ നിരന്തരമായ അനുഗ്രഹമായി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ക്രൈസിസ് നമുക്ക് ദീർഘകാലം നിലനിൽക്കത്തില്ല. ഒരു പരാജയവും നമ്മളെ എന്നേക്കുമായി തകർത്ത് കളയില്ല. ഒരു കണ്ണീരും നമുക്ക് മാറാതെ കുടുംബത്തിന് ഇങ്ങനെ തങ്ങി നിൽക്കില്ല.
കാരണം അതിനൊരവസാനം, സമാധാനത്തിൻ്റെ ദിവസങ്ങൾ, ആശ്വാസത്തിൻ്റെ അവസരങ്ങൾ, ജീവിതം കുറച്ചുകൂടി മുൻപോട്ട് സന്തോഷത്തോടെ പോകുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് ഉടമ്പടി വിശ്വസ്തതയുള്ളവർക്ക് വേഗത്തിലത് അനുവദിച്ചു തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ പറയുന്നത്. ദാനിയേൽ പ്രവാചകൻ സിംഹക്കുഴിയിൽ പോറൽ പോലും ഏൽക്കാതെ പുറത്തു വന്നുവെന്ന് നാം വായിക്കാറുണ്ട്. ഇത്ര വലിയൊരു അപകടത്തിൽ മകൻ എത്തപ്പെട്ടിട്ടും അവൻ്റെ ജീവിതം ആകെ മാറിമറിയാവുന്ന രീതിയിൽ അബ്സ്കൗണ്ടിങ് കേസുകളും ജയിലിൽ അടയ്ക്കപ്പെടാവുന്ന വിഷയങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു ആപത്തും വരാതെ മകനെ അമ്മ മാതാവ് പൊതിഞ്ഞു സൂക്ഷിച്ച് സുരക്ഷിതനാക്കിയതിൻ്റെ സാക്ഷ്യം അവൻ പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത വിഷയങ്ങൾ എന്ത് തന്നെ ആവട്ടെ, എളിമയുടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടമ്പടി നമുക്ക് വൃത്തിയായി ജീവിക്കാം. ഒന്നും നമ്മളെ യശാതെ പോകും, ഒന്നും നമ്മുടെ ജീവിതത്തിന് സങ്കടമായി നിലനിൽക്കത്തുമില്ല. അമ്മ നൽകിയ അനുഗ്രഹങ്ങൾക്ക്, ഈ മകന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ കൃപാസന മാതാവിനും ഈശോപ്പയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് കവിത. ഞാൻ വരുന്നത് വൈപ്പിൻ നായരമ്പലത്തിൽ നിന്നാണ്. ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ ജോലി എന്നുള്ളത് ഒരു എയ്ഡഡ് സ്കൂളിലാണ്. എനിക്ക് ആ ജോലി ലഭിച്ചത് തന്നെ ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം ഇൻ്റർവ്യൂ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് കുറേ പൈസകൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതിന് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ജോലി എന്നുള്ളത് വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ പൈസയുടെ ഒരു ഇത് വെച്ചിട്ട് വേണ്ടാന്ന് വെക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ ഞാൻ വിചാരിക്കാത്ത ആളാണ് എൻ്റെ അമ്മയുടെ അനിയത്തി സ്വർണം തന്ന് എന്നെ സഹായിച്ചു. ആ പൈസ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഞാനൊരു മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ ജോലിയിൽ എനിക്ക് ഏറ്റവും വന്ന ഒരു വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ, ഞാൻ ആദ്യമായിട്ടാണ് കുട്ടികളെ ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അതുവരെ ഞാനൊരു പ്രൈവറ്റ് സ്കൂളുകളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ കലോത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വല്ലാത്ത രീതിയിലുള്ള ഒരു മാനസിക സംഘർഷമായിരുന്നു. കാരണം അന്ന് വരെ വൈപ്പിനിലെ ഏറ്റവും നല്ലൊരു സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതുവരെ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങളും ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് വിജയിക്കാനുമൊക്കെ പറ്റിയ ഒരു സ്കൂളായിരുന്നു അത്. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു അധ്യാപിക സിസ്റ്ററായിരുന്നു. സിസ്റ്ററിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കുട്ടികൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവർ മത്സരത്തിന് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടാണ് ഞാൻ ചെന്നത്. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വന്ന ആ ഒരു പ്രഷർ, ഞാനൊരു സാധാരണ ഒരു ഇതിൽ വളരെ ടെൻഷൻ എടുക്കുന്ന ഒരു ആളാണ്. എങ്ങനെയാണ് എൻ്റെ ആ മക്കളെ ഞാൻ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ച് ആ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ഞാൻ ആ സ്കൂളിൽ ചെന്നതിന് ശേഷം ഒത്തിരി ടെൻഷൻ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും എടുക്കാനൊക്കെ. അതിൽ 3 ഐറ്റം ഞാൻ കൊണ്ടുപോയി. ആ 3ാമത്തെ ഐറ്റം ഏറ്റവും പുതിയതായിട്ട് ഇതുവരെ ആ സ്കൂളിൽ കൊണ്ടുപോകാത്തൊരു ഐറ്റമായിരുന്നു. ആ ഐറ്റത്തിൽ ഞാൻ ഒത്തിരി പ്രഷർ എടുത്ത് പിള്ളേരെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ട്രെയിനൊക്കെ ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി. പക്ഷേ ആദ്യമായിട്ട് കൊണ്ടുപോയി ആ 3 ഐറ്റത്തിനും എനിക്ക് സബ് ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ചു എൻ്റെ മക്കൾക്ക്. അതിൽ UP വിഭാഗം കുട്ടികൾ 23 ടീമുകളായിരുന്നു ആ ഒരു ഇതിലുണ്ടായിരുന്നത്. എൻ്റേതായ ഒരു കഴിവോ എൻ്റെ മക്കളുടേതായ ഒരു കഴിവോ കണ്ടല്ല, എൻ്റെ അമ്മയുടെ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ആ 22 സ്കൂളുകളിൽ പങ്കെടുത്തതിൽ 1ാമത്തെ സ്ഥാനം എൻ്റെ കുട്ടികൾക്ക് ലഭിച്ചതിൽ ഞാൻ എൻ്റെ അമ്മയോട് ഒത്തിരി നന്ദി പറയുകയാണ്. പിന്നെ ഈ സ്കൂളിൽ ജോലിന് ശേഷം അധ്യാപകർക്ക് ഒരു കൂൾ എക്സാം എന്നുള്ളൊരു എക്സാം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊരു സ്കിൽ എക്സാമാണ്. അത് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. കാരണം ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരിത്. ഞാനാണെങ്കിൽ മ്യൂസിക് എന്നുള്ള ഒരു ഇത് മാത്രം പഠിച്ച ഒരാൾ. അതിൽ അസൈൻമെൻറ്റും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടായിരുന്നു. ഈ അസൈൻമെൻറ്റ് എടുത്ത സമയത്ത് അത് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അരമണിക്കൂറൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ 3 മണിക്കൂറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഈ പ്രാക്ടിക്കൽ എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്. എനിക്ക് ആ ലാപ്ടോപ്പൊക്കെ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയാണ്. കാരണം ജയിക്കുമോ എന്നുള്ളത്. കാരണം അത് ജയിച്ചാൽ മാത്രമേ എൻ്റെ പ്രൊഫഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജയിക്കാതെ വേറെ മാർഗവുമില്ല. പഠിച്ചിട്ടാണെങ്കിൽ ഒന്നും കിട്ടാത്തൊരവസ്ഥ. ഞാൻ എങ്ങനെയൊക്കെയോ അസൈൻമെൻറ്റ് ഞാൻ ചെയ്തു, വീട്ടിലിരുന്ന് കുറേ ചെയ്തു. അന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 9-ാം തീയതി, സെപ്റ്റംബർ 9-ാം തീയതിയാണ് ഞാനിവിടെ അമ്മയടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോഴല്ലേ എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ചാൽ ദൈവമേ ഞാൻ ആ എക്സാമിന് ജയിക്കണേ. കാരണം ഇത്രയും പൈസയൊക്കെ മുടക്കി ഞാൻ ആ ജോലി സമ്പാദിച്ചിട്ട് എൻ്റെ ഒരു കഴിവുകേട് കൊണ്ട് അത് പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരു, താങ്ങാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അതിനുശേഷം
ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് അന്ന് ഉടമ്പടി എടുക്കാൻ വന്നത്. ഇതിക്ക് മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അന്നൊന്നും എനിക്ക് എന്താണ് കൃപാസനമെന്നോ അവിടുത്തെ അമ്മയുടെ ഒന്നും എനിക്കറിയില്ല. ഈ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിലോട്ട് അടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ദിവസവും സ്കൂളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്നുള്ള ആ ഒരു ഇതിൽ അമ്മയെ പ്രാർത്ഥിച്ചാണ് ഓരോ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഈ അസൈൻമെൻറ്റ് ചെയ്ത് ഇവിടെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ അത്ര നേരം എനിക്ക് ഫോണൊന്നും എടുക്കാൻ സാധിച്ചിരുന്നില്ല. ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും എൻ്റെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് കൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം 96% മാർക്ക് എന്നെ സംബന്ധിച്ച് അതൊരിക്കലും എൻ്റെ കഴിവുകൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. ആ ഒരു അസൈൻമെൻറ്റിന് ശേഷം പിന്നീട് അതിൻ്റെ എക്സാം നടന്നു. എക്സാമിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ 3 മണിക്കൂറൊക്കെ എടുത്ത് ഒരു അസൈൻമെൻറ്റ് ഒരു മൊഡ്യൂൾ ചെയ്യണം. ഞാൻ 6 മൊഡ്യൂള് 2 മണിക്കൂർ കൊണ്ട് തീർക്കണം. ഞാൻ ആ എക്സാമിന് കയറിയിരുന്നതിന് ശേഷം എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന്. മൗസൊക്കെ പിടിക്കുമ്പോൾ സ്ക്രോളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പേടിയുണ്ട്. എപ്പോഴും എൻ്റെ കൈവിറക്കുക, പേടിയുണ്ട്. അതൊക്കെ തെറ്റിപ്പോവുക. ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിങ് വരെ തെറ്റിപ്പോണ ആ അവസ്ഥയിൽ അമ്മയല്ലാതെ വേറെ ഒരാളും എന്നെ സഹായിച്ചിട്ടില്ല. കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ 6 കാര്യങ്ങൾ നമ്മൾ വെക്കുമെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മ എന്നെ ഈ എക്സാമിന് ജയിപ്പിക്കണേ, എൻ്റെ ഈ പരീക്ഷയിൽ എന്നെ ജയിപ്പിക്കണേ എന്നാണ്. അത് അമ്മ വളരെ എൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ എന്തൊക്കെയോ കൊണ്ട് എല്ലാവരുടെയും ഇതുകൊണ്ട് അത് സാധിച്ചു. ഇതാണ് എനിക്ക് വരാൻ പറ്റുന്ന ഒന്നാമത്തെ അനുഭവം. രണ്ടാമത്തെ ഞാൻ ആദ്യം പറഞ്ഞു, കുട്ടികളെ ആ കലോത്സവത്തിൽ പങ്കെടുത്തത് ആദ്യമായിട്ടാണ്. 17 വർഷത്തോളം ഞാൻ പല സ്കൂളുകൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ സ്ഥിരമായിട്ട് നിന്ന് പഠിപ്പിച്ച് എൻ്റെ മക്കളെയും കൊണ്ട് പോകുന്നത്. ഇതുവരെ ഞാൻ കുട്ടികളെ കൊണ്ടുപോയിട്ട് എനിക്ക് ഒരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു 1ാം സ്ഥാനം എന്നുള്ളത് കിട്ടിയിട്ടില്ല. അത് കിട്ടിയത് ആ 3 ഐറ്റത്തിന്, ഞാൻ കൊണ്ടുപോയ ആ 3 ഐറ്റത്തിനും ആ ഒരു 1ാം സ്ഥാനം കിട്ടിയത് എൻ്റെ അമ്മയുടെ ആ ഒരു ശക്തി കൊണ്ട് മാത്രമാണ്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാനിപ്പോൾ ചെയ്തു വന്നത് വലുതായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്ന ഇതിൽ എൻ്റെ ജോലി സാലറിയൊക്കെ ഒന്നും ഇല്ലാതെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെപ്പോൾ പാസ്സാവുമെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊന്നും എനിക്ക് ഒരു വരുമാനമില്ലാത്ത ആളാണ്. എങ്കിലും എന്നാൽ കഴിയാവുന്ന രീതിയിൽ രോഗികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവൃത്തികളെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് എനിക്ക് കിട്ടിയ ഒരു കെട്ട് പേപ്പർ അത് ഞാൻ കൊടുത്തത് എൻ്റെ സ്കൂളിലുള്ള അധ്യാപകർക്ക് തന്നെയാണ്. പിന്നെ അടുത്തുള്ളവർക്കും എൻ്റെ അമ്മയ്ക്കുമാണ് കൊടുത്തത്. പക്ഷേ പിന്നീട് കൂടുതൽ അച്ഛൻ്റെ പ്രസംഗങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. അത് വേണ്ടപ്പെട്ട ഏറ്റവും കിട്ടേണ്ട ആൾക്കാർക്കാണ് അത് കിട്ടേണ്ടതെന്നുള്ളത്. സ്കൂളിലെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിശ്വാസത്തിലുള്ള ആൾക്കാരാണ്. പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആളുകൾ കാണും. അപ്പോൾ കൊടുക്കുമ്പോഴൊക്കെ അവർ പറയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ പറയും അത് സാരമില്ല, ഇത് ഒരെണ്ണം കൂടി വെച്ചോളൂ എന്നുള്ളത്. പക്ഷേ പിന്നീട് ഞാൻ അച്ഛൻ്റെ കുറേ സ്പീച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യരുത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ അതിനും കൂടി വേണ്ടിയിട്ട് 2 കെട്ട് പത്രങ്ങൾ ഞാൻ വാങ്ങി. അത് ഞാൻ ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കാനായിട്ട് എൻ്റെ അമ്മ കൃപ വഴി എനിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ മാതാവിനും ഈശോപ്പയ്ക്കും നന്ദി പറയുന്നു. യെശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കവിത എന്ന ഈ മകൾ തനിക്ക് ജോലി ലഭിച്ചതിനുള്ള നന്ദിയും അതിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടിയതിനുള്ള നന്ദിയും താൻ ഒരുക്കിയ കുട്ടികൾക്ക് മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചതിനുള്ള സന്തോഷവും നന്ദിയും പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുകയാണ്. ഓരോ തവണയും മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, എൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ, പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയാൽ, അമ്മയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത ഓരോ വിഷയവും അമ്മ എനിക്ക് അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും സഹായത്തിനും കാരണമാക്കി തന്നതാണ് ഞാൻ അനുഭവിക്കുന്നതൊക്കെയുമെന്ന്. ആകുലതയോടെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ആശ്വാസത്തോടെ മടങ്ങി വരുവാൻ പരിശുദ്ധ അമ്മ ഓരോ ദിവസവും എന്നെ സഹായിക്കുന്നു. ഓരോ മത്സരത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കുമ്പോൾ പഴയ അവരുടെ ട്രാക്ക് റെക്കോർഡ് ആ സ്കൂളിനുള്ളത് വളരെ മികച്ചതാണെന്നറിയുമ്പോൾ ഞാൻ ഭയപ്പെടുമെങ്കിലും എൻ്റെ അമ്മ കൂടെ നിന്ന് എൻ്റെ കഴിവിനപ്പുറം അമ്മയുടെ കൃപയാൽ ഓരോ കാര്യവും ക്രമീകരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ശിരസ്സുയർത്തി നിൽക്കുവാൻ തക്ക വിധത്തിൽ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ വിജയങ്ങൾ നൽകി അമ്മ എന്നെ സഹായിക്കുന്നുവെന്ന്
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇത് സാധ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ക്ലേശങ്ങളോ പരാജയങ്ങളോ തകർച്ചകളോ ഉണ്ടെങ്കിലും ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഏത് സങ്കടത്തിനും ഒരു ആശ്വാസം കാണുവാൻ, ഏത് തകർച്ചയ്ക്കും നമുക്ക് വീണ്ടും ഉയർന്നു വരുവാനുള്ള വഴികൾ തെളിയുന്നത് കാണാനാവും. അമ്മ മാതാവ് നമ്മുടെ കരം ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈവിട്ടു പോകുവാൻ അമ്മ ഒരിക്കലും അനുവദിക്കില്ല. അമ്മ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കും. അത് സങ്കട കണ്ണീരിലാണെങ്കിലും അമ്മ ചേർത്ത് പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കും, ആശ്വാസം പകരും, പ്രത്യാശ പകരും. നാം ഒന്നുമില്ലായ്മയിൽ പോലും എഴുന്നേറ്റ് വരുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ നമുക്ക് വഴികൾ ഒരുക്കി തരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുതന്നെയാണ് ഈ മകൾ ഈ അൾത്താരയിൽ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ പ്രതിസന്ധികളിലൂടെ, ആകുലതകളിലൂടെ, ആശങ്കകളിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട്. എങ്കിലും ഞാൻ ഉടമ്പടിയെടുത്ത നാൾ മുതൽ ഏറ്റവും വലിയ പ്രതീക്ഷ, ഞാൻ ഏത് കാര്യത്തിൽ വ്യാപരിക്കുമ്പോഴും എൻ്റെ അമ്മ കൂടെ നിന്ന് സഹായിക്കും എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിത വിഷയങ്ങളെ സമർപ്പിക്കാം. നമുക്ക് പരിഹാരമില്ലെന്ന് നാം തന്നെ പലയാവർത്തി ഉറപ്പിച്ചത് അമ്മയുടെ കരങ്ങളിലേക്ക് എളിമപ്പെട്ടുകൊണ്ട് വിട്ടുകൊടുക്കുക. ദൈവശക്തി പ്രവഹിക്കുവാൻ വേണ്ടി, ദൈവിക തീരുമാനം നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക. പലപ്പോഴും നമ്മളൊരു തീരുമാനം ദൈവത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാകുന്നത് കൊണ്ടാണ് നമുക്ക് അനുഗ്രഹങ്ങൾ പോലും താമസിക്കുക. ദൈവഹിത പ്രകാരം ജീവിത നിയോഗം നടന്നു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്നത് പോലെ ആയിരിക്കില്ല ദൈവം ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്ന കാര്യം നിവർത്തിച്ചു തരുവാനായിട്ട് ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് നിയോഗം സമർപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈശോയെ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ, അമ്മ മാതാവ് തിരുമനസ്സാകുന്നത് പോലെ എൻ്റെ ഈ വിഷയം ഏറ്റെടുത്ത് എനിക്കിത് അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ചോദിക്കുന്നിടത്ത് ജോലി കിട്ടണമെന്നില്ല, നാം എഴുതുന്ന പരീക്ഷയ്ക്ക് ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടണമെന്നില്ല. പക്ഷേ അമ്മ ഒരു കാര്യം ഒരുക്കി വെക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ജീവിതത്തെയും തീരുമാനങ്ങളെയും വിട്ടുകൊടുത്താൽ, ദൈവിക പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്താൽ നമുക്ക് അനുഗ്രഹത്തിലുള്ള വഴികൾ അതിനകത്ത് ഉണ്ടായിരിക്കും. UK പോകുവാൻ പറ്റിയില്ലെങ്കിലും അയർലൻഡിൽ ഒരുപക്ഷെ പോകാൻ പറ്റിയെന്നിരിക്കും. ഒരിടത്തേക്കുള്ള ജോലി ശരിയായില്ലെങ്കിൽ മറ്റൊരിടത്തേക്കുള്ള വാതിൽ തുറന്നെന്നിരിക്കും. ഒരു പരീക്ഷയുടെ മാർക്കിൻ്റെ സ്കോർ കുറവാണെങ്കിൽ മറ്റൊരു ഇടത്തേക്ക് നമുക്ക് പ്രവേശനം കിട്ടുന്ന മാർക്ക് അനുവദിച്ച് ലഭിച്ചെന്നിരിക്കും. അതുകൊണ്ട് എന്നും നമ്മുടെ അഹന്തയുടെ നിർബന്ധങ്ങൾ മാത്രമല്ല, അത് പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയെ നീ ആഗ്രഹിക്കുന്ന പദ്ധതി എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കി തരണമെന്ന് പ്രാർത്ഥിക്കണം. കൃപാസനം ഉടമ്പടിയുടെ തുടക്കം പോലും അത് തന്നെയാണ്. അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി, കൃപാസനത്തിനും ദേശത്തിനും നൽകുവാൻ വേണ്ടി വർഷങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയാണ് ഈ മരിയൻ ഉടമ്പടി എന്നത്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് ദൈവേഷ്ടങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അത് വിശുദ്ധീകരിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. സമയച്ചുരുക്കത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയിനും നമ്മൾ ഈ വേദിയിൽ കൊണ്ടുവന്നതിന് 1000 നന്ദി. 1000 കുറവാണ്. എപ്പോഴും ഈ ജീവിതകാലം മൊത്തം നമ്മുടെ നന്ദി എപ്പോഴും ഉണ്ടാവും. എൻ്റെ പേര് ജോളി. ജെപ്സൺ എൻ്റെ ഹസ്ബൻഡ്. കുടുംബമായിട്ട് വരാനിരുന്നത്, കൊച്ചുങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അതിന് അമ്മേനോട് ക്ഷമ ചോദിക്കുന്നു. ഇന്ന് ഇവിടെ എത്തിയത് ഒരു കുറേ കാലത്തെ ആഗ്രഹം സാധിക്കാനാണ്. കുറേ പ്രാവശ്യം നമ്മളിങ്ങോട്ട് വരാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നാണത് അമ്മ മാതാവ് ആക്കി തന്നത്. അത് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് എവിടെയും പോവാതെ അമ്മ വീട്ടിലേക്ക് വരണ പോലത്തെ ഒരു വരവാണ്. അതിവിടെ വന്ന് അമ്മയുടെ സ്മൈലിംഗ് ഫേസ് കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. പോരാത്തതിന് കയറി വന്നപ്പോൾ തന്നെ ഒരു മെസ്സേജ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കയറി വന്നപ്പോൾ തന്നെ എൻട്രൻസിൽ അച്ഛൻ ഇവിടെ പറയുക, ഇറ്റ് ഈസ് എ ഗ്യാരൻറ്റി ദാറ്റ് വെറെവർ യു ഗോ ഐ ആം ദെയർ എന്ന്. ഇത് മതി, ദാറ്റ് വാസ് ടു മച്ച്. ജെപ്സനും ഞാനും ഒന്നിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ചിരി ചിരിച്ചു. ഓക്കെ, എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അപ്പം ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുത്തത് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട് സിസ്റ്റർ ലിസ്സി പറഞ്ഞിട്ടാണ്. അപ്പം കൃപാസനത്തിനെ പറ്റിയൊന്നും അറിയത്തില്ല. 2017 അപ്പം ഓൺലൈൻ ഉടമ്പടി മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോണ സമയമായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ആലപ്പുഴയിലൊരു സ്ഥലമുണ്ട്, ഒന്ന് ചേച്ചിക്ക് വേണ്ടി ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ആ 90 ഡേയ്സിൻ്റെ എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഫിസിക്കലി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കേണ്ടി വന്നത്
ഹസ്ബൻഡ് ജിപ്സനാണ്. ജിപ്സൻ്റെ ഡാഡി വയ്യാതെ ആയിരുന്നപ്പോഴാണ് ഉടമ്പടി എടുക്കേണ്ടി വന്നത്. ഉടമ്പടി എടുക്കാൻ പറ്റിയത് അത് 2022 ആൻഡ് ഈ സമയം എത്തിയപ്പോൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം 2017 തൊട്ട് മാതാവ് നമ്മുടെ കൂടെയുണ്ട്. കുറേ അനുഗ്രഹങ്ങളുടെ കാലമായിരുന്നു. 2022 ഡാഡി വയ്യാതെ ഇരുന്നപ്പം ജിപ്സൺ ഇങ്ങോട്ട് വന്നു. കോവിഡിൻ്റെ സമയത്ത് ഡാഡിക്ക് വയ്യായിരുന്നു. അപ്പം അവിടുത്തെ ബോർഡർ തുറന്ന ഡേ തന്നെ March 2 ആയിരുന്നു. അന്ന് തന്നെ ജിപ്സൺ ഇങ്ങോട്ട് വന്നു. അത് അന്ന് തൊട്ട് 6 months ജിപ്സൺ ജോലിയിൽ നിന്ന് അൺപെയ്ഡ് ലീവും പിന്നെ നോ പേ ലീവിലാണ് വന്നത്. ഞാനും കൊച്ചുങ്ങളും അവിടെ തന്നെയായിരുന്നു. അപ്പം ആ ഒരു 6 മാസം കാലം ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. ഞാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ആ 6 months ബ്ലെസ്ഡ് ടൈം ഓഫ് ദ ഇയർ ആൻഡ് പീരിയഡ് എന്ന് ഞാൻ പറയും. ബിക്കോസ് ഒരു പേടിയും ഒരു ധൈര്യക്കുറവും ഉണ്ടായില്ല. ആരുടെ മുമ്പിലും ഒന്നും ചോദിക്കേണ്ട ആവശ്യം വന്നില്ല, ഹെൽപ്പും വന്നില്ല. ഫൈനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടായിരുന്നു. സേവിങ്സൊക്കെ യൂസ് ചെയ്തിരുന്നാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു സമയമായിരുന്നു. ആ സമയത്താണ് എനിക്ക് 2 അപ്പാരിഷൻസ് ഉണ്ടായത്. അപ്പോൾ എനിക്കറിയത്തില്ല ഇത് കൃപാസന മാതാവിൻ്റെ അപ്പാരിഷനാണ്. ആദ്യത്തേത് സ്വപ്നത്തിൽ മാതാവ് വന്നു. പക്ഷേ ആ മാതാവ് ഈ കൃപാസന മാതാവ് ഈ ഗ്രേ ഉടുപ്പുള്ള കൃപാസന മാതാവെന്ന് എനിക്ക് അറിഞ്ഞത് ഞാൻ എൻ്റെ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ നോക്കിയപ്പോൾ അത്രയും വരെയും ഞാൻ ബ്ലൂ കൃപാസന മാതാവിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ അന്ന് ഞാൻ ഈ ഗ്രേ ഇമേജ് കണ്ടപ്പം എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തു. അത് ഞാൻ സാക്ഷിയായിട്ട് പറയണം. അതല്ലാതെ ജിപ്സൺ ഇല്ലാത്ത സമയത്ത് രാത്രി നമുക്ക് ഒരു വഴിയുമില്ല. മതിലിൽ ഒരു വെളിച്ചം കാണാൻ വഴിയുണ്ടായി. ആ വെളിച്ചം മനുഷ്യരല്ലേ, നമ്മൾ റീസൺ ചെയ്യാൻ നോക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പം ആ ബ്ലൈൻഡ്സിൻ്റെ ഇടയിൽ നിന്ന് വന്ന ലൈറ്റായിരിക്കും. ഞാൻ കൊച്ചുങ്ങളെ വിളിച്ചിട്ട് ആനിയ നിങ്ങൾക്ക് കാണണമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാവരും കണ്ടു. അവരും പേടിച്ചു, ഞാനും പേടിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ലൈറ്റ് കണ്ടിട്ടില്ല. ആ ലൈറ്റ് വേറെ ദിവസം ഞാൻ ശ്രദ്ധിച്ച് നോക്കാൻ നോക്കിയിട്ടുണ്ട്. ഇല്ല, ഇറ്റ് വാസ് അറൗണ്ട് between 2 and 3. അതൊരു ഫ്രൈഡേ ആയിരുന്നു. ബിക്കോസ് നമ്മൾ മൂവിയൊക്കെ ഒരു മൂവി നൈറ്റാണ്. അപ്പോൾ ഫ്രൈഡേ മൂവി കഴിഞ്ഞ് കിടന്ന സമയത്താണ് ഈ ലൈറ്റ് കണ്ടത്. അപ്പോൾ അത് 2 അപ്പാരേഷൻസ് ഉണ്ടായേ. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ടായി മാതാവ് നമ്മുടെ കൂടെ അപ്പോഴും ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ജിപ്സൺ ഡാഡിയുടെ വയ്യായ്മയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം നമുക്ക് 2 പേർക്കും ജോലിയില്ലല്ലോ. അപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ പ്രതീക്ഷിക്കാതെ ജിപ്സന് 2 ഓഫേഴ്സ് വന്നു. 2ഉം ജിപ്സൺ പ്രതീക്ഷിക്കാത്ത ഓഫേഴ്സായിരുന്നു. അതിലേറ്റവും നല്ല ഓഫർ മാതാവ് എന്നെ തീരുമാനിക്കാൻ എടുപ്പിച്ചു. എനിക്ക് ജോലിയിലായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ട് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കറിയത്തില്ല ഈ ജോലി എനിക്ക് കിട്ടുമെന്ന്, പക്ഷേ നീ കൂടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാം. അങ്ങനെ തന്നെ ഞാൻ വർത്താനം പറയുമ്പോൾ ഭയങ്കര കാഷ്വൽ ടോക്കാണ്. ഞാൻ എൻ്റെ അപ്പനും അമ്മയുടെ കൂടെയും മിണ്ടത്തില്ല. എന്നെ അറിയണവരും എന്നെയും ജിപ്സനെ അറിയണവർക്ക് അറിയാം നമ്മൾ കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സാണ്. ഇങ്ങനെ ഭയങ്കര കാഷ്വലായിട്ട് മിണ്ടത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ നിൻ്റെ പേരെടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുവാണ്. ജോലി കിട്ടിയാൽ വെൽ ആൻഡ് ഗുഡ്, അല്ലെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നാണ് ഫസ്റ്റ് ടൈം ഞാൻ ഹൈവേയിൽ വണ്ടി തന്നെ ഓടിച്ചു പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ ഒരു നല്ല പൊട്ട ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഇത് പൊട്ടിയ ഇൻ്റർവ്യൂ ആണ്, അത് ഒട്ടും കൊള്ളൂലായിരുന്നു. അന്ന് ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ചു വരുമ്പം ഞാൻ മാതാവിനോട് പറയാം, ഓക്കെ നീ പറഞ്ഞു ഞാൻ പോയി, നല്ല കുളമാക്കിയിട്ടുണ്ട് കേട്ടോ, ഇനി എന്ത് വന്നാലും എനിക്കറിയാം ഇത് പൊട്ടിയ ഒരു ഇൻ്റർവ്യൂ ആണ്. അതൊക്കെ പറഞ്ഞു ഞാൻ വന്നു. ഓൺ ദ വേ വണ്ടിയിൽ റൗണ്ട് അബൌട്ട് എത്തുമ്പം ഒരു വോയിസ്, ഇറ്റ്സ് ലൈക്ക് അതാണ് ഇപ്പോഴും എൻ്റെ ഡിസ്പ്ലേ, ഗോഡ് വിൽ നെവർ ഫർഗെറ്റ് യു, ഹി ഈസ് റിട്ടൻ യുവർ നെയിം ഇൻ ദ പാം ഓഫ് യുവർ ഹാൻഡ്സ്, ഐസയ 49:15. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റാണ്. ഇതെൻ്റെ മരിക്കും, ഇതെൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം ആ ഒരു ഉറപ്പിൽ ഞാൻ വന്നു. വൈകുന്നേരം 5 o'clock ആയപ്പോൾ കോൾ, ജോളി യു ഹവ് ബീൻ സെലക്റ്റഡ് എന്ന്. ഞാൻ പറഞ്ഞു, ഐ യു ഷുവർ ഇറ്റ്സ് മീ? അപ്പോൾ ഈ ഡൗട്ടും ചോദിച്ചു. നോ, ഐ എം ജസ്റ്റ് ഡബിൾ ചെക്കിങ് ഇഫ് ഇറ്റ്സ് മീ. അവർ പറഞ്ഞു, യെസ് ഇറ്റ് ഈസ് യു, യു ആർ അപ്പോയിൻറ്റഡ്, ഫുൾ ടൈം ആണ് പാർട്ട് ടൈം വേണോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ജോലി കിട്ടി. അത് കിട്ടിയ ഉടനെ തന്നെ എനിക്ക് വേറെ ഒരു ജോബിന് ഓഫറും കൂടെ വന്നു. ആ ജോലി 1 year ഞാൻ ചെയ്തു, 2 years ചെയ്തു. അത് കാഷ്വലായിരുന്നു. അത് കഴിഞ്ഞപ്പം അടുത്ത ജോബ് അപ്ലൈ ചെയ്തതാണ് ഒരു മെൻ്റൽ ഹെൽത്ത് സെക്ടർ. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൈക്കോളജിയാണ്, പക്ഷേ എനിക്ക് അതിൽ ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ ബിക്കോസ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂസ്. അപ്പോൾ എന്നെ മെൻ്റൽ ഹെൽത്ത് സെക്ടറിൽ നിന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിൽ അവിടെ ക്രിസ്ത്യൻ കൺട്രി ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യണ ആൾക്കാരല്ല. കാത്തലിക്സും ക്രിസ്ത്യൻസാണെന്ന് പറഞ്ഞാലും അവർ ക്രിസ്മസിന് മാത്രമേ പള്ളിയിൽ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെയാണ് കൂടുതൽ ആൾക്കാർ. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ സെൽഫ് കെയർ എന്ന്. അപ്പം നമുക്ക് വളർന്നു വന്ന സ്ഥിതിയിൽ സെൽഫ് കെയർ എന്നൊന്നുമില്ല, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ കാര്യങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, മൈ സെൽഫ് കെയർ ഇസ് മൈ ടൈം സ്പെൻറ്റ് വിത്ത് ഗോഡ് റീഡിങ് ബൈബിൾ എന്ന്. അത് ഞാൻ പറഞ്ഞതും അവരുടെ മുഖം പോയി. ബട്ട് ഐ വാസ് ബോൾഡ് എനഫ് ബിക്കോസ് എനിക്കറിയാം മാതാവ് കൂടെയുണ്ട്, ഈശോ കൂടെയുണ്ടെന്ന്. അത് ഇന്നല്ല, കുഞ്ഞുനാളും തൊട്ടും എനിക്കുണ്ട്. പക്ഷേ കൃപാസനത്തിൽ വന്ന് അത് ഉറപ്പിച്ചു.
അപ്പം ഞാൻ ഇത് പറഞ്ഞത് അവർക്ക് പിടിച്ചില്ല. പ്ലസ് ഞാൻ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും അതിന് ഞാൻ പറഞ്ഞു ഒരു നെഗറ്റീവ് ആൻസറാണ്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് 4 പെർമനൻറ്റ് ജോബ് ഓഫർ ചെയ്തിരുന്നത്. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു വി കനോട്ട് ഓഫർ യു ദിസ് ജോബ് എന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു ഐ ക്യാൻ ഓഫർ യു ഫോർ 2 days ഇഫ് യു ആർ ഓക്കെ. ഐ സെഡ് ഇഫ് ദാറ്റ്സ് വാട്ട് ഗോഡ് വിഷസ് ഐ വിൽ ടേക്ക് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു. 2 days ഞാൻ പോയി. അത് നല്ല ബുദ്ധിമുട്ടാണ്. 2 days ആയിട്ട് മാത്രം പോയാൽ എനഫ് അല്ല നമുക്ക്. അപ്പോൾ ഇങ്ങോട്ട് വരാനും അതായിരുന്നു ഒരു ബ്ലോക്കേജ്. പക്ഷേ മനസ്സിൻ്റെ ആഗ്രഹം മാതാവ് കണ്ടായിരുന്നു, ഈശോ കണ്ടായിരുന്നു. എനിക്ക് ആ 2 days പോയി 4 days ആക്കി തന്നു. ആ ഒരു കാരണം മാത്രമാണ്. നമ്മൾ രണ്ടുപേരും അൺഫോർച്ചുനേറ്റ്ലി കൊച്ചുങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ബിക്കോസ് 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് അവർ ഭയങ്കര ടയേർഡും ക്ഷീണമായിരുന്നു. അവരെ തിരിച്ച് പറഞ്ഞു വിടേണ്ടി വന്നു. അല്ലെങ്കിൽ അവരും ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടായിരുന്നേനെ. അതാണ് ഏറ്റവും വലിയതും നമുക്കുണ്ടായത്. അതല്ലാതെ അനുഗ്രഹങ്ങളുടെ പെരുമഴ എന്ന് അച്ഛൻ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ലൈഫിൽ സത്യമാണ്. അത് ഇനിയും മുമ്പോട്ടും സത്യമാണ്. അപ്പം നമുക്ക് ഒരു പൊട്ട ധൈര്യമാണ്. എന്ത് വന്നാലും ഇറ്റ് ഈസ് ഫൈൻ, ഗോഡ് ഇസ് വിത്ത് അസ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ഗോഡ് ഇസ് വിത്ത് അസ്. ആ ഒരു ഉറപ്പായ വിശ്വാസം എനിക്കുണ്ട്. അത് കാരണം എന്ത് വന്നാലും പതരത്തില്ല. അതല്ലാതെ നമുക്കൊരു വീട് 2020 നമുക്കൊരു വീട് മേടിക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ആ വീടും നമുക്ക് കിട്ടിയ പ്രൈസ് 3 times മാറ്റിയിട്ട് ലോവസ്റ്റ് പ്രൈസിനാണ് നമുക്ക് കിട്ടിയത്. ആ വീട് ഇപ്പം നമുക്ക് അടുത്ത് ഓക്കെ ഇപ്പോൾ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രൈസിലാണ് അത് വന്നേക്കുന്നത്. സോ അത് വലിയൊരു അനുഗ്രഹം. ആ വീട്ടിൽ മെയിൻ ഫീച്ചർ വാളുണ്ട്. ആ ഫീച്ചർ വാൾ ബ്ലൂ കളറാണ്. ആ ബ്ലൂ ഫീച്ചർ വാളിൽ കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഈ മാതാവിൻ്റെ പുറകിൽ നിൽക്കുന്ന ആ വേവിൻ്റെ സെയിം പോസ്റ്ററാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് അറിയാതെ വന്നതാണ്. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹിച്ച വീടാണ്. ഇപ്പോഴും ഞാൻ ചില ദിവസം ഇരുന്ന് ഓർക്കും, ദൈവമേ ഈ വീട് നമ്മുടെ തന്നെയാണോ, നീ ഇത്രയ്ക്ക് നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ, താങ്ക് യു എന്ന് പറഞ്ഞ് എവറി ഡേ താങ്ക് യു പറയാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാനുള്ളത്, ഞാൻ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പം ഞാൻ ഓർത്തായിരുന്നു ടെസ്റ്റ് മണി പറയാനും ഈശോനെ പറ്റി പറയാനായിട്ട് വഴി എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഐ വിൽ ക്രിയേറ്റ് ഇൻ ഇമെയിൽ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തു, ആവേ മറിയാമെന്നായിട്ടത്. അത് ഇൻറ്റൻഷനലി ആയിരുന്നു. ബിക്കോസ് ആൾക്കാർ എഴുതുമ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോഴും ചോദിക്കും വാട്ട്സ് യുവർ ഇമെയിൽ ID. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവർ തിരിച്ചതിനൊരു റിപ്ലൈ ചെയ്യും. ആൻഡ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഞാൻ ജോലി ലാസ്റ്റ് ഡേ വെക്കേഷന് മുമ്പ് തിരിച്ചു വരുന്നതിന് മുമ്പ് എൻ്റെ ജോബിൻ്റെ പെർമനൻസി പറയാമെന്ന് പറഞ്ഞ് എൻ്റെ മാനേജർ പറഞ്ഞു ഐ ലെറ്റ് യു നോ ത്രൂ ഇമെയിൽ, ഐ വിൽ സെൻഡ് എൻ ഇമെയിൽ ടു ആവേ മറിയ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ മാനേജറാണ് ആദ്യം എന്നെ സോറി എന്ന് പറഞ്ഞത്, വി കനോട്ട് ഓഫർ യു ദിസ് ജോബ്. ആ മാനേജറുടെ വായിന്ന് തന്നെ ആവേ മറിയ എന്ന് കേട്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ദാറ്റ്സ് മൈ വേ ഓഫ് റീച്ചിങ് ഔട്ട് ടു പീപ്പിൾ ആൻഡ് മേക്കിംഗ് ദെം തിങ്ക് അബൌട്ട് മദർ മേരി. അതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ അതിൻ്റെ ഉണ്ടായിരുന്നത്. ഞാനെല്ലാം എഴുതി വെച്ചു, ഇല്ലെങ്കിൽ ഞാൻ നീണ്ടുപോയേ കുറേ സംസാരിക്കണൊക്കെ കൂട്ടുക മാതാവിൻ്റെ കാര്യം വരുമ്പോൾ. അപ്പം ഇപ്പോൾ എനിക്ക് 4 ദിവസത്തെ ജോലിയുണ്ട്. സോ അത് കൊണ്ട് മാത്രം തന്നെയാണ് നമ്മളിന്ന് ഇവിടെ വന്നത്. അതല്ലാതെ ഒക്ടോബർ മാതാവിൻ്റെ റാലിക്ക് വരണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. ജിപ്സിന് വരണമെന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ വരാമെന്ന് ഓർത്തു. പക്ഷേ അവരുടെ സിറ്റിസൺഷിപ്പ് കിട്ടിയായിരുന്നു. പാസ്പോർട്ടിനൊക്കെ അപ്ലൈ ചെയ്യണം. അത് കുറച്ച് പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു നവംബറിലെങ്കിലും വരാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ബിക്കോസ് കൊച്ചുങ്ങൾക്ക് ഹോളിഡേയ്സാണ്. ഇപ്പോൾ 2 മാസം അവിടെ വെറുതെ ഇരുന്ന് മുഷിയുണ്ടല്ലോ. ഞാൻ ആഗ്രഹം മാത്രമേ പറഞ്ഞോളൂ, ചോദിച്ചില്ല. ഞാൻ ചോദിക്കുന്ന കൂട്ടത്തിലല്ല, എനിക്ക് മടിയാണ്. വെറുതെ എന്തിനാ ഈശോനെ ശല്യപ്പെടുത്തണേ അങ്ങനെ ഓർത്തു. ഞാൻ പറഞ്ഞു മാതാവേ നവംബറിൽ പോകാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് പറ്റുമെങ്കിൽ തരാൻ. അപ്പോഴാണ് ഈ 4 days ഓഫർ വന്നത്. നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു, നെയിം ചേഞ്ചിന് അപ്ലൈ ചെയ്തു, വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഇതൊക്കെ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്കും ഒരുവിധം അബ്രോഡ് ഫോറിൻ കൺട്രീസിലുള്ള ആൾക്കാർക്ക് അറിയാൻ ടൈം കൺസ്യൂമിംഗ് ആണ്. മിനിമം 3 months എടുക്കുന്ന സമയം. എൻ്റെ മാതാവ്, എനിക്ക് ഉറപ്പിച്ച് പറയാം, എൻ്റെ മാതാവ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഇൻ 20 days. അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. 20 days ഇസ് അൺബിലീവബിൾ. അപ്പോൾ 20 daysനുള്ളിൽ നമുക്ക് കിട്ടി. ഞാനൊരു പ്രൈസ് പറഞ്ഞായിരുന്നു. അതായത് പ്രൈസൊക്കെ കൂടുതലാണ്. ടിക്കറ്റ്സിന് പ്രൈസ് ഭയങ്കര ഹൈ പ്രൈസസ് ഉള്ള സമയം. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു നമ്പർ മനസ്സിൽ ഉദ്ദേശിച്ചു 600. എന്നിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് പെർ ഹെഡ് $450 അതിൽ ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദാറ്റ് ഈസ് ഹൗ ഷീ വർക്ക്സ്, ഹൗ ഈശോ വർക്ക്സ്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈശോന് ഇഷ്ടമുള്ള പോലത്തെ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അത് കാരണം മാതാവ് എല്ലാം നടത്തി തന്നെ ഉണ്ട്. ചോദിക്കുന്നതിന് മുൻപേ എൻ്റെ കാര്യത്തിലും എൻ്റെ കുടുംബത്തിലെ കാര്യത്തിലും എല്ലാം ചോദിക്കുന്നതിന് മുമ്പേ ഇങ്ങോട്ട്
തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ചെയ്യുന്ന ജിപ്സൻ എല്ലാം ഓൾട്ടർനേറ്റ് വീക്സ് പാലിയേറ്റീവ് കെയർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പ്രായമുള്ള എല്ലാവരെയും, നല്ല ബുദ്ധിമുട്ടും ക്യാൻസർ പേഷ്യൻസ് ഒക്കെയാണ്, അവർക്ക് മസാജോ ഫുഡോ എന്താണെന്ന് പറഞ്ഞ് അവർക്ക് അതിൻ്റെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ മുമ്പ് ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ വോളണ്ടിയറിങ്ങിന് പോയെന്ന് ഏജ് കെയറിൽ അവരെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവരുടെ കൂടെ കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്യുകയാണ്. സ്പെഷ്യൽ നീഡ്സ് കൊച്ചുങ്ങളുടെ കൂടെ ഞാൻ കാര്യമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. മിണ്ടാൻ പറ്റാത്ത കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, റെസ്ട്രെയിൻസ് ഒക്കെ ഇട്ടിരിക്കുന്ന കൊച്ചുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ തൊടാനൊന്നും പറ്റത്തില്ല ഈ കൊച്ചുങ്ങളെയൊക്കെ കൂടുതൽ. അപ്പം ഞാൻ എന്നാലും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും മാതാവിൻ്റെ എണ്ണ എടുത്തൊന്ന് ഞാൻ കയ്യിൽ പുരട്ടും. എന്നിട്ട് ഞാൻ പോകുമ്പോൾ ഈ കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും കുരിശ് വരച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ ഈ കൊച്ചുങ്ങളെ എല്ലാം നീ സുഖപ്പെടുത്തണേ, അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ല, അവർ നിൻ്റെ കൊച്ചുങ്ങളാണ്, അവർക്കൊരു മാറ്റം വരുത്തണേ. അങ്ങനത്തെ ഒരു മാറ്റം ഞാൻ കണ്ടത് ആൻ്റണി എന്ന് പറഞ്ഞൊരു കൊച്ചായിരുന്നു. ആ കൊച്ച് ഒട്ടും സംസാരിക്കില്ലായിരുന്നു, അവൻ എപ്പോഴും ഇങ്ങനെ മുമ്പും പുറകും പോയി ചിരിക്കുമായിരുന്നു, ഓട്ടിസ്റ്റിക് ആയിരുന്നു. അപ്പോൾ ഞാൻ അവനോട് കുരിശ് വരച്ചിട്ട് ആൻ്റണീസേ ഈശോ എന്ന് പറയുന്നത്, അവൻ ഇവൻച്വലി ഈശോ എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം വാസ് എ ബ്ലെസ്ഡ് ഡേ. അതേപോലെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. തൊടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അവരുടെ ഉടുപ്പുമ്മയാണെങ്കിലും ഒരു കുരിശ് വരച്ച് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ നീ ഇവരെ സ്പർശിക്കണേ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നടക്കുമെന്നല്ലേ പറഞ്ഞേക്കണേ, സോ പ്ലീസ് ഡു മേക്ക് ദാറ്റ് ഹാപ്പൻ. അപ്പം അത് ചെയ്യുമായിരുന്നു. പിന്നെ പള്ളിയുടെ വിൻസെൻ്റ് പോൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുടെ സൂപ്പ് കിച്ചൺ ഹോംലെസ് ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും സെർവ് ചെയ്യണതാണ്. നമ്മളല്ല ഭക്ഷണം ഉണ്ടാക്കണേ, കുറച്ച് വോളണ്ടിയേഴ്സ് ഭക്ഷണം ഉണ്ടാക്കും. അപ്പം ജിപ്സൻ മിക്ക സമയത്തും ഓഫീസ് കഴിഞ്ഞ് നേരെ അവരുടെ സെർവ് ചെയ്യാനും അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാനും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാനായിട്ട് പോകും. ഈസ് ടു ഗുഡ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ആൻഡ് മാതാവ് എല്ലാ അമ്മമാരെയും പോലെ മാതാവ് ഉറപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഈശോ പറയണ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാവ് ചോദിക്കുന്നതിന് മുമ്പേ നമുക്കത് അനുഗ്രഹം തന്നിരിക്കും. ആ ഒരു പൊട്ട ധൈര്യം എല്ലാവർക്കും വരട്ടെ എന്നുള്ളൊരു ഇതിൽ ഞാൻ അമ്മ മാതാവിനും ഈശോയിനും എപ്പോഴും നമ്മുടെ ഫാമിലി കടപ്പെട്ടിരിക്കും. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം സിസ്റ്റർ, നമ്മൾ ഉടമ്പടിയുടെ ഉപ്പും എണ്ണയും കിട്ടിയത് എല്ലാ കാര്യത്തിനും, ആൾക്കാർക്ക് സുഖമില്ലാത്ത ആൾക്കാർക്കും കൊച്ചുങ്ങൾക്കാണെങ്കിലും ദിവസം ഞാൻ ഉപ്പ് കൊടുക്കും, ഒരിക്കലും ഇവരെ തെറ്റുവഴിക്ക് കൊണ്ടുപോകല്ലേ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഉടമ്പടി വസ്തുക്കളും കാര്യമായിട്ട് യൂസ് ആവുന്നുണ്ട്. എല്ലാവർക്കും വല്ലാത്ത വിശ്വാസമാണ്, കൊച്ചുങ്ങൾക്കും. ഈവൻ മൈ 10 year old എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ഉപ്പെടുത്ത് കൊണ്ടുവരും. ആൻഡ് സോറി, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ റീസെൻ്റായിട്ട് എനിക്ക് ഒരു സിസ്റ്റ് വന്നായിരുന്നു. അപ്പം ഞാനത് യൂഷ്വലി എനിക്ക് മടിയാണ് ഹോസ്പിറ്റലിൽ പോകാൻ. അപ്പം എന്നാലും കൂടുതലായപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, അവർ ആൻറ്റിബയോട്ടിക് തന്നു, ഒരു യൂസും ഉണ്ടായിരുന്നില്ല, അത് കൂടുതലായേ ഉള്ളൂ. അപ്പം എൻ്റെ മോള് ചെറിയ ആൾ വന്നിട്ട് അവൾ കണ്ടു ഒരു ദിവസം. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എന്ന് പറഞ്ഞ് ദിവസവും രാത്രി അവൾ എണ്ണ കൊണ്ടുവന്ന് തരുമായിരുന്നു. ഞാൻ എണ്ണയിട്ട് കുരിശ് വരച്ച് ഐ ബിലീവ് ഇൻ ചെല്ലുമായിരുന്നു. അങ്ങനെ ചെല്ലി, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വിത്തിൻ 3 to 4 days ആ സിസ്റ്റം കാണാനില്ല, ആ സ്വെല്ലിങ്ങും കാണാനില്ല, ഒന്നുമില്ല. ബുദ്ധിയുള്ള മനുഷ്യൻ പറയും അത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഫക്റ്റാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അത് മാതാവിൻ്റെ തന്നെ, എൻ്റെ കൊച്ചുമോളും വിശ്വസിക്കുന്നു. ആൻഡ് ഷീ വാസ് ലൈക്ക് സർപ്രൈസ്ഡ്. അപ്പം എപ്പോഴും നമ്മൾ മാതാവിനോടും ഈശോനോടും കടപ്പെട്ടവരായിരിക്കും, മരിക്കണമായിരിക്കും. നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാനും പറ്റണേന്ന് ഉള്ളത് മാത്രമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പം താങ്ക് യു. 147 സങ്കീർത്തനം 13-14 തിരുവചനങ്ങൾ. നിങ്ങളുടെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു, നിൻ്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. ജോളി എന്ന അമ്മയും ജിപ്സൺ എന്ന മകനുമാണ് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് ഇവിടെ പങ്കുവച്ചത്. ഏറ്റവും വലിയ ഒരു സ്നേഹപ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ ഓസ്ട്രേലിയയിൽ നിന്ന് നേരിട്ട് എയർപോർട്ടിൽ നിന്ന് വന്നത് അവരുടെ അമ്മ വീടായ ഈ കൃപാസനത്തിലേക്കാണ്. ജോളി പറയുകയുണ്ടായി, ഇത് ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് വരുന്നത് പോലെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് നേരെ കയറി വന്നത്. അപ്പോൾ തന്നെ എനിക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു വചനം അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അതിലൂടെ വലിയ സന്തോഷത്തോടുകൂടിയാണ് ഇവർ ഈ സാക്ഷ്യം പറയുന്നത് തന്നെ. ജോലിക്ക് 2 പ്രാവശ്യം സ്വപ്ന ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുകയും മെസ്സേജ് നൽകുകയും ചെയ്ത വലിയ സന്തോഷത്തിൻ്റെ വാർത്തകളാണ് അവർക്ക് പറയാനുള്ളത്. ഇവരുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ച് അവർക്ക് പിടിച്ചു കയറാൻ, അവർക്ക് വിശ്വാസത്തോടെയും അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയോടെയും ജീവിക്കുവാനുള്ളൊരു വലിയ കൃപ ഈശോ അവർക്ക് നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോ നാം എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കും. മർത്തയും മറിയവും കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കിത് സംഭവിക്കുകയില്ലായിരുന്നു എന്ന് മർത്തയും മറിയവും കരഞ്ഞപ്പോൾ തന്നെ ഈശോ വളരെ കണ്ണുനീർ പൊഴിച്ചു എന്ന് പറയുന്നുണ്ട്.
ഇവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം കരയുന്നതോടൊപ്പം തന്നെ ഈശോയും കരയുന്നുണ്ട്. ഈശോയ്ക്ക് ആ സങ്കടമുണ്ട്. നമ്മളൊരിക്കലും സങ്കടപ്പെട്ട് ജീവിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. ജോളി പറയുന്നത് തന്നെയാണ്, ഓരോ സമയാസമയങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും സ്നേഹിക്കുകയും അവരുടെ ഭാവി കാര്യങ്ങളെയെല്ലാം തന്നെ പരിശുദ്ധ അമ്മ ക്രമപ്പെടുത്തി കൊടുക്കുന്നതിനെ പറ്റിയാണ് ഈ അമ്മ ഇത്രയും സമയം നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ജിപ്സൻ്റെ മകൻ്റെ ജോലി മാതാവിൻ്റെ തന്നെ ഒരു സെലക്ഷനായിരുന്നു, മാതാവിൻ്റെ അടയാളത്തോടു കൂടിയുള്ളൊരു സെലക്ഷനായിരുന്നു എന്ന് അമ്മ ഏറ്റു പറയുന്നു. ജോളിയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം, വളരെ ഇന്നസെൻ്റായി വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് മാതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ജോലിക്ക് ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ നടന്നപ്പോൾ ജോലിക്ക് മനസ്സിലായി, എൻ്റെ യോഗ്യത കൊണ്ട് ഇത് കിട്ടില്ല, ഞാൻ ഒന്നും തന്നെ അതിന് ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ കൃപയാണ് അവിടെ വർക്ക് ചെയ്തത്. നമുക്കറിയാം, ഉടമ്പടി എന്ന് പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടുന്നുവോ അതെല്ലാം നമ്മുടെ മെറിറ്റ് കൊണ്ടാണ്. ഒരുപക്ഷെ ഞാനൊരു PhD പേഴ്സൺ ആയിരിക്കാം, ഞാനൊരു വലിയ ഡോക്ടറായിരിക്കാം, എനിക്ക് എല്ലാ ബ്യൂട്ടി ഉണ്ടായിരിക്കാം, എനിക്ക് സമ്പത്തുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ആവശ്യമായത് ആവശ്യ സമയത്ത് കിട്ടാതെ വരുമ്പോൾ നാം എത്ര തന്നെ പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് അതിനോട് പൊരുത്തപ്പെടാമെന്നൊക്കെ വിചാരിക്കുമ്പോഴെല്ലാം ഈശോ നമുക്ക് അനുഗ്രഹം നൽകുമ്പോൾ നമ്മുടെ മെറിറ്റ് കൊണ്ട് ഒട്ടുമല്ല, അത് കൃപ കൊണ്ട് മാത്രമാണ്. ഒരു മെറിറ്റുമില്ലാതെ ഇവർക്ക് ആ ജോലി കിട്ടിയതിന് അവർ ഈശോയെ വളരെയധികം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്വരം കേൾക്കാൻ ഈ മകൾക്ക്, ഈ ജോലി കിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് റൗണ്ട് അബൌട്ടിലേക്ക് കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ സ്വരം ഈ മകൾക്ക് ലഭിച്ചത്. ഡു നോട്ട് ഫിയർ, നീ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട, ഇത് നിനക്കുള്ളതാണ്. അങ്ങനെ നമ്മുടെ അസ്വസ്ഥതകളിൽ, നമ്മുടെ ആശങ്കകളിലൊക്കെ എല്ലാം നമുക്ക് അമ്മയുടെ സ്വരം ശ്രവിക്കാൻ സാധിച്ചാൽ നാം ഉടമ്പടിയോട് വളരെ അടുത്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഈ മകളുടെ വളരെ അടുത്തുള്ള ഈശോയോടുള്ള ഇടപഴകൽ, പരിശുദ്ധ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു ജീവിതക്രമത്തിലൂടെ, പ്രാർത്ഥനാ പദ്ധതിയിലൂടെ ഇവർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ എന്ന നാട്ടിൽ ക്രിസ്ത്യാനികളുണ്ടെങ്കിലും അവർ നാമമാത്ര ക്രിസ്ത്യാനികളാണ്. അവിടെയെല്ലാം എൻ്റെ ഇമെയിൽ ID ആവേ മരിയാണ്. ആ കൺട്രിയിലെ വലിയ ഓഫീസേഴ്സ് അത് ഏറ്റെടുക്കുവാനും അതിനെ അംഗീകരിക്കാനും എല്ലാം സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ അത്ഭുതമാണ്. ക്രിസ്തു കൈമാറ്റം വളരെ കൃത്യമായി നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് വായിച്ചെടുക്കേണ്ടത്. ജോളിയുടെ എല്ലാ അപ്രോച്ചും ഈശോയിലൂടെയാണ്. പരിശുദ്ധ അമ്മ തനിക്ക് നൽകുന്ന പ്രേരണകളനുസരിച്ച് ഞാൻ ഈശോയെ കൈമാറുവാനുള്ള എൻ്റെ ഒരു തിടുക്കം, എൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി എപ്പോഴും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ ഓരോ പ്രവൃത്തികളിലും അത് മനസ്സിലാകുന്നുണ്ട്, വെളിവാകുന്നുണ്ട്, എനിക്കത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് ഈശോയെ കൈമാറാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈശോ ചില ആളുകളെക്കുറിച്ച്, നത്താനിയേലിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? നിഷ്കളങ്കനായ ഇസ്രായേൽക്കാരൻ. നമ്മൾ ഓരോരുത്തരെയും നോക്കി, ഒരു പക്ഷേ ജോളിയെ നോക്കി, ജിപ്സനെ നോക്കി ഈശോ പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയായിരിക്കാം. നിങ്ങൾ ഈ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കരായിരുന്നാൽ മതി, നീ സ്വർഗരാജ്യത്തിന് അർഹനാകപ്പെടും എന്ന് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ നിത്യതയിലേക്കാണ് നാം നടക്കുന്നത്. ജോളിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്